സർവകലാശാല സിൻഡിക്കേറ്റുകൾ അടിമുടി പൊളിച്ചെഴുതാൻ നിയമനിർമ്മാണം. സർക്കാർ പ്രതിനിധികളെ ഒഴികെ സിൻഡിക്കേറ്റിലേക്കുള്ള മറ്റംഗങ്ങളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. സർവകലാശാലകളുടെ ഉപകേന്ദ്രം വിദേശത്ത് തുടങ്ങുന്നതിൽ മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിയമോപദേശം തേടാനും സർക്കാർ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കനുസൃതമായി സർവകലാശാല നിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള കരട് ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. സർവകലാശാല നിയമപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച ഡോക്ടർ NK ജയകുമാർ കമ്മീഷന്റെ ശുപാർശയുടെ കൂടി വെളിച്ചത്തിലാണ് നിയമനിർമ്മാണം. സിൻഡിക്കേറ്റുകൾ ജംബോ കമ്മിറ്റികളാകുന്ന വിമർശനം മറികടക്കാനാണ് അംഗസംഖ്യ പരിമിതപ്പെടുത്തുന്നത്. വലിയ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിലെ പരമാവധി അംഗബലം 19 ആക്കും. ചെറിയ സർവകലാശാലകളിലേത് 15 പരിമിതപ്പെടുത്തും. സിൻഡിക്കേറ്റിലേക്കുള്ള സർക്കാർ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് തുടരുമെങ്കിലും ബാക്കി അംഗങ്ങളെ തിരഞ്ഞെടുപ്പിലൂടെ ഉൾപ്പെടുത്തണമെന്നാണ് കരട് ബില്ലിലെ നിർദ്ദേശം. സെനറ്റിനും സിൻഡിക്കേറ്റിനും അക്കാദമിക് കൗൺസിലുകൾക്കും കൂടുതൽ അധികാരം നൽകും. പല സർവകലാശാലകളിലും സെനറ്റ് ചേരാതെ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതിനുള്ള അധികാരം സിൻഡിക്കേറ്റുകൾ കൂടി നൽകും. കേരളത്തിലെ സർവകലാശാലകളിലെ പല നിയമങ്ങളും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. പുതിയ നിയമത്തിൽ UGC ചട്ടങ്ങളോട് ചേർന്ന് പോകുന്ന തരത്തിൽ മാറ്റം വരുത്തും. കേരളത്തിലെ സർവകലാശാലകൾക്ക് വിദേശത്ത് ഉപകേന്ദ്രം തുടങ്ങാമെന്നും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സ്റ്റഡി ഇൻ കേരള എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ വിദേശത്ത് ഉപകേന്ദ്രങ്ങൾ തുടങ്ങുന്നത് ഉചിതമാകുമോ എന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി സംശയമുണ്ടെന്ന അഭിപ്രായത്തിലായിരുന്നു. മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചതോടെ നിയമവകുപ്പിന് ഉപദേശം നേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കാനാണ് മന്ത്രിസഭാ യോഗത്തിലെ ധാരണ. R ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.